15. ചേച്ചി എനിക്ക് തമ്മിലാണോ? അല്ല, ഒരുപോലത്തെ ഉടുപ്പാണ് എല്ലാവരും. എന്താ പേര്? പ്രിയങ്ക. പച്ചക്കോള്. കുഞ്ഞ് താങ്കളുടെ അവിടെ ഉണ്ട്. പച്ചക്കോളല്ലേ കിട്ടിയിരിക്കുന്നത്. ഇവിടെ ചുവപ്പ്, മഞ്ഞ, ഇങ്ങനെ. അപ്പൊ ഞാൻ എന്താ സംഭവം എന്നറിയാമോ? ഇവിടെ ഇത്രയും ജനങ്ങളുണ്ട്. നമ്മൾ 3 സ്ത്രീകൾ വേദിയിലേക്ക് വരാൻ, മജീഷിന്റെ വേദിയിലേക്ക് വരാൻ ഒരു മടിയാണ് എല്ലാവർക്കും. അപ്പൊ ഞാൻ ചെയ്തൊരു തന്ത്രമാണ്, നിങ്ങളെ 3 പേരെ എനിക്ക് വേണമായിരുന്നു, ഒരു പരിചയമില്ലാത്തവരെ കൂടെ വേണം. അടുത്ത മാജിക്ക് നിങ്ങളെ കൊണ്ടാണ് കേട്ടോ. അപ്പൊ ഈ 15 രൂപയുടെ ഗോളാണ് 3 കൂടെ 5 രൂപയുള്ളൂ. അപ്പൊ 3 സ്ത്രീകളെ കിട്ടിയില്ലേ, നമുക്ക് മാജിക്കിലേക്ക് കിടക്കാം. സമ്മാനമൊക്കെ തരാം. ഒരു ചിന്തയ്ക്ക് നിന്നേ, പേടികളുണ്ടോ? വെട്ടിക്കെട്ട് പരിപാടി തുടങ്ങാൻ പോകും കേട്ടോ. 3 പേരെ കിട്ടി തുടങ്ങുക. ഓക്കെ, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ വിളിച്ചു വരുത്തിയത് വേറെ ഒന്നിനുമല്ല, അതിഥി ദേവോ ഭവ എന്ന് പറയും. അതായത് ഭാരതത്തിന്റെ സംസ്കാരത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മളിവിടെ പറയാറുണ്ട് അതിഥി തൊഴിലാളികൾ. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. ബി ആർ പ്രസാദ് എന്ന് പറഞ്ഞാൽ കേരനിരകളാടെന്ന് പറഞ്ഞ ആ പാട്ട് എഴുതിയ, അല്ലെങ്കിൽ 1-ാം കിളി 2-ാം കിളി എന്റെ ഗുരുനാഥനാണ്, മന്ദപുകാരനെ മരിച്ചുപോയി. അദ്ദേഹം മാത്രമേ നമ്മുടെ പൊതുജനത്തിനോട് പറഞ്ഞുള്ളൂ അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്നത്. അതിഥി എന്ന് പറയുന്ന നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരാളെ കൊണ്ട് നമ്മൾ പണിയെടുപ്പിക്കുക എന്ന് പറയുന്നത് ശരിയില്ല. അതിന്റെ വാക്കൊന്ന് മാറ്റണം എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും എന്റെ അതിഥികളാണ്, എനിക്ക് തരാൻ ഒന്നുമില്ല. ഇച്ചിരി വെള്ളമുണ്ട്, ഇച്ചിരി പച്ചവെള്ളമുണ്ട്, നമുക്കൊന്ന് കുടിച്ചു നോക്കാം. അപ്പൊ അതിഥികളെ സൽക്കരിക്കുകയാണ്. കാണുക, നമ്മൾ ഈ പച്ചവെള്ളം തരിക. ഞാനൊരു സ്നേഹപൂർവ്വം തരുന്ന 3 പേരും കുടിച്ചു നോക്കണം കേട്ടോ. ആദ്യം ഞാനൊന്ന് കുടിച്ചു നോക്കട്ടെ. മോളെത്ര ക്ലാസ്സിൽ പഠിക്കുന്നത്? നന്നായിട്ടൊക്കെ പഠിക്കുന്നുണ്ടോ? വെള്ളത്തിന് കുഴപ്പമില്ലുണ്ടോ? ഒന്നുമില്ല. അമ്മനെ ഇരുന്ന് പിടിച്ചോ. മോളൊരു സഹായം ചെയ്യണം. 10-100 രൂപ തരണ്ട. 2 ക്ലാസ്സുകൾ എടുക്കാൻ പോവുക. കണ്ടോ, 2 ക്ലാസ് എന്ന് പറയുമ്പോൾ ശൂന്യമായ 2 ക്ലാസ്സുകൾ. ഞാനിതിങ്ങനെ പിടിക്കുക. മോക്ക് ഇഷ്ടപ്പെട്ട ക്ലാസ് ഏതാണെന്ന് പറഞ്ഞാൽ മതി. ഇത്രേ ഉള്ളൂ സംഭവം. ഏത് വേണം? ഇത് മതി. ഉറപ്പാണോ? തീരുമാനം മാറ്റരുത്. ഇത് വേണമെങ്കിൽ ഇത് തരാം, ഇത് വേണം. ഏതാ വേണ്ടത്? ഇത് മതി. ഉറപ്പാണ്. അതാണ് ശക്തമായ ഒരു തീരുമാനം. ശരിയോ തെറ്റോ? ഞാൻ ആദ്യം ചോദിച്ചു, ഇത് മതി. ഉറച്ചു നിൽക്കുക. എന്നാ പിടിച്ചു. മോൾ ഇഷ്ടപ്പെട്ട ക്ലാസ് ഇങ്ങനെ അതിനെ പിടിച്ചോളാം. അപ്പൊ ഇത് വേണ്ടാന്ന് പറഞ്ഞാൽ എന്റെ ക്ലാസ്സാണ്. മോൾ ശ്രദ്ധിക്കുക. ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക എന്റെ ക്ലാസ്സിലേക്ക്. കണ്ടോ? ഇനി മോള് വേണമെന്ന് പറഞ്ഞ ക്ലാസ്സിലും വെള്ളം ഒഴിക്കുന്നു. കണ്ടോ? ഇനി ഇങ്ങനെ തന്നെ പിടിച്ചു. ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ പിടിച്ചു. ഓക്കെ, ഇടുക്കി. മാജിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? മാജിക്ക് പഠിക്കണം. അപ്പൊ പഠിപ്പിച്ചു തരാം. ഡാൻസ് കളിക്കാൻ അറിയാമോ? അറിയത്തില്ല. എനിക്കും അറിയത്തില്ല. മോനെ ഇടിവെട്ടൊരു മ്യൂസിക് കിട്ടും. ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്താൽ. പക്ഷെ എൻ്റെ തലയിൽ വെള്ളം വീഴാഞ്ഞ മാജിക്ക് എല്ലാവരെ പഠിപ്പിച്ചിട്ടുണ്ട്. മോളുടെ തലയിൽ വെള്ളം വീഴാഞ്ഞത് അതൊരു മാജിക്കാണ്. നമ്മുടെ വൈറലായൊരു വീഡിയോ ഉണ്ട്, കോടിക്കണക്കിന് ആൾക്കാർ കണ്ടതാണ്. പാലാപ്പള്ളി തിരുപ്പള്ളി ഇതേ ഡ്രസ് ഇട്ട് ഞാൻ ചെയ്താൽ പലരും പറയുന്നിടത്ത് സ്പോഞ്ചാണ്, അതാണ് കേട്ടോ. അതൊന്നുകൂടെ കാണിച്ചെന്നുള്ളൂ. നീ ഒന്നേ തിരിച്ചോണ്ടിരിക്കണം. ഇതങ്ങ് മാറ്റുവാണേ. ഒരു സംഭവം കണ്ടില്ല.
വിളിച്ച് വാളുകൾ ഞാൻ പറഞ്ഞാൽ നടക്കുന്ന കേസല്ല. പക്ഷെ ഞാനത് പഠിപ്പിച്ചു തരാം. എന്താ സംഭവം എന്നറിയോ? പച്ചക്കറിക്ക് മലക്കറി അരിയത്തില്ല, രാവിലെ ചെറിയൊരു ചാത്തി എടുക്കണം ആദ്യം, അതിനുശേഷം ഇതൊന്ന് ചെയ്ത് നോക്കണം, പിറ്റേ ദിവസം എഴുതെടുക്കുക, അങ്ങനെ നീളം കൂട്ടി വരിക. നിത്യാഭ്യാസി ആനയെ ചുമക്കുന്നൊരു ചൊല്ലുണ്ട്. പെട്ടെന്ന് ഒരു പ്രോഗ്രാം കണ്ടുപിടിക്കുന്ന ഒരാളെ വന്ന് വാളുകൾ ഞാൻ പറഞ്ഞാൽ നടക്കുന്ന കേസല്ല, അല്ലെ? അപ്പൊ എന്തായാലും ഇതൊന്ന് മാറ്റുകയാണ്. ഞാൻ ഇതെന്താണെന്നൊന്ന് ചോദിക്കുക. ഈ സംഭവം എന്താണെന്ന് അറിയാം? അറിയത്തില്ല. എത്ര വയസ്സുണ്ട്? ഒരു 6ാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ തലയിൽ വെക്കുന്ന സംഭവം. ഇപ്പൊ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ ഒരുപാട് വളക്കറയുണ്ട്. അവിടെ തലയിൽ വെക്കുന്ന ബോയുണ്ട്. അത് മേടിച്ചിട്ട് ഇങ്ങനെ വളച്ചെടുക്കുന്നുള്ളൂ. 100, 200 രൂപ ഇത്രയുള്ള സംഭവം. ഇതിന്റെ നിർമ്മാണം ഞാൻ തന്നെ ചെയ്തു വെച്ചു. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വാള്, മാഡം വിഴുങ്ങാൻ പറ്റാത്ത ഈ വാള് ഇതിന്റെ സെൻട്രൽ ഭാഗത്തോടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. കാണാം, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സിമ്പിളായിട്ട് കടന്നു പോവുക. അപ്പൊ ഈ സൈഡിലോട്ടൊന്ന് മാറിയുന്നേ, പുറത്തു പോകാം. ഞാൻ ഇതിങ്ങനെ എടുത്തിരിക്കുകയാണ്. ഇതിന്റെ സെൻട്രൽ ഭാഗത്തോട് ഇത് വ്യക്തമായിട്ട് കടന്നു പോകും. എന്റെ അടുത്തോട്ട് ഇവിടെ മുട്ടുന്നുണ്ടെങ്കിൽ മുട്ടുന്നുണ്ടോ നോക്കണം. സ്വർണ്ണോ മുട്ടുന്നുണ്ടോ? കഴുത്ത് വെട്ടിക്കരുത്, കൈ താഴെ മുട്ടുന്നുണ്ട്. ഞാനിത് ലോക്ക് ചെയ്യാണ്. 32 വർഷമായി ഏകദേശം 3200ഓളം ജാലവിദ്യ ചെയ്തു. ആത്മപ്രശംസയല്ല. വെള്ളപ്പൊക്കം, കൊറോണ വന്നപ്പോൾ കലാകാരന്മാർ പെട്ടുപോയി. പക്ഷെ ഒരിടത്ത് മാത്രം ഇത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരിടത്ത് മാത്രം ഈ ഒരു ജാലവിദ്യ ചെയ്തപ്പോൾ ഒരു പെൺകുട്ടി കഴുത്ത് വെട്ടിച്ചു. മനസ്സിലായി? അതുകൊണ്ട് ഇതിപ്പോൾ കടന്നു പോകേണ്ടത് മാഡത്തിന്റെ കഴുത്തിനപ്പുറത്തൂടെ പോകണം. അതുകൊണ്ട് ഒരിടത്ത് മാത്രം ഒരു അപകടമരണം വന്നിട്ടുണ്ട്. ഇവിടെ ഇത് ഉണ്ടാകാതിരിക്കാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുക. എന്റെ കണ്ണിലേക്ക് നോക്കൂ, എന്റെ കണ്ണിലേക്ക് നോക്കൂ. ഇവിടെ മാത്രം ശ്രദ്ധിക്കും. സ്വർണ്ണമാല കിട്ടുമെന്ന് പറഞ്ഞാൽ മജീഷിന്റെ വേദിയിലെ കാര്യം വരത്തില്ല, അല്ലേ? അയ്യോ, ചിരിച്ചോണ്ടിരിക്കണോ? എത്ര വയസ്സുണ്ട്? 15. ഓക്കെ, 15 വയസ്സുള്ള ഒരു കുഞ്ഞ് വന്നിരിക്കുന്നു. 15, അവിടെ 23. ഞാൻ വിളിച്ചു വരുത്തിയത്, ബോധപൂർവം വിളിച്ചു വരുത്തിയത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതായത് ഒരു 3 ബോൾ എറിഞ്ഞു. മോളുടെ കയ്യിൽ ഏത് ബോളാണ് കിട്ടിയത്? റെഡ്. അവിടെ യെല്ലോ, ഗ്രീൻ. അപ്പോൾ യെല്ലോ. ഞാൻ വിളിച്ചത് അടുത്തത് മനഃശാസ്ത്രമാണ്, മെന്റലിസമാണ്. നമ്മൾ തമ്മിൽ യാതൊരു പരിചയമില്ല. ഈ വേദിയിലേക്ക് വരുന്നു. 15 വയസ്സ് 23 വയസ്സുമുള്ള നിങ്ങളുടെയൊക്കെ മനസ്സിൽ പുറത്ത് പറയാത്ത, അതായത് മറ്റുള്ളവരോട് പറയാത്ത കുറച്ച് രഹസ്യങ്ങളുണ്ട്. അത് മാജിക്കിലൂടെ ഞാൻ കണ്ടെത്തി വിളിച്ചു പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ വിളിച്ച് വരുത്തിയത്, കേട്ടോ. അപ്പൊ മെന്റലിസമാണ്, അത് ആരംഭിക്കാൻ പോവുകയാണ്. ഒരു പക്ഷേ നിങ്ങൾക്കത് വേണ്ട എങ്കിൽ എന്റെ ചെവിയിൽ പറയണം, അല്ലെങ്കിൽ ഞാൻ ഇതെല്ലാവരും വിളിച്ച് പറയും. മനസ്സിലായി? നാട്ടുകാർ കേൾക്കും. അപ്പൊ വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറയണം, ഇല്ലെങ്കിൽ ഞാൻ പറയും. ഓക്കെ, അപ്പൊ മെന്റലിസം ആരംഭിക്കുകയാണ്. ഇവരുടെ മനസ്സിലിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പൊതുജനത്തിന്റെ മുന്നിൽ കണ്ടെത്തി പറയാൻ പോകുന്നു. വേണോ വേണ്ടയോ? സൂചിപ്പിച്ചത് അതിഥി ദേവോ ഭവ എന്ന് പറയുന്നു. അവരെ വേദനിപ്പിക്കാൻ പാടില്ല. എനിക്കും നിങ്ങൾക്കും എല്ലാം രഹസ്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് നല്ലൊരു തമാശയുണ്ടെന്ന് വെച്ചു, അത് പൊതുജനത്തിന്റെ മുന്നിൽ പറഞ്ഞാൽ പാളിപ്പോ വെട്ടിന്റെ പണിയായി പോകും. ഒരു തമാശയാണ്, നമുക്ക് ജനങ്ങളോട് പറയാൻ പറ്റത്തില്ല. അത്തരത്തിലെ ഒരു തമാശ. നല്ലൊരു ദുഃഖം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മളത് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുത്തില്ല. ചിലപ്പോൾ കിടക്കുമ്പോൾ കരഞ്ഞു പോകും. അത്തരത്തിലെ തമാശയും ദുഃഖവും നമുക്കുണ്ട്. അതെല്ലാം രഹസ്യമാണ്. അപ്പോൾ വിളിച്ചു വരുത്തി നിങ്ങളുടെ സ്വകാര്യതയിലേക്ക് ഞാൻ കിടക്കുന്നില്ല. എന്റെ വ്യക്തിത്വം കുറയും. അതുകൊണ്ട് അതങ്ങ് നിർത്തിയാലും എങ്കിലും നിങ്ങളുടെ മനസ്സിലെ കുറെ കാര്യം നമുക്ക് കണ്ടെത്താം. പേടിക്കണ്ട. ഇത് മെന്റലിസമാണ്. സൈലന്റ് ആയിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ കർട്ടൻ മാറുമ്പോൾ നിങ്ങൾ തിരിഞ്ഞ് അങ്ങോട്ടൊന്ന് നോക്കണം. ഓക്കെ, രണ്ട് കണ്ണുകളാണ് വരച്ചിരിക്കുന്നത്. ഈ രംഗപടങ്ങൾ ആർട്ടിസ്റ്റ് സുജാത മാസ്റ്റർ, അമരപുരം ഭാസ്കർ സാറ്, അതുപോലെ തന്നെ ഈ ചിത്രം വരച്ചിരിക്കുന്നത് ഞാൻ തന്നെയാണ്. ആത്മപ്രശംസയല്ല, തന്നെ വരച്ചതാണ്. അതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആ 2 കണ്ണുകളിലേക്ക് ഈ 3 സ്ത്രീകൾ നിശബ്ദമായി, മനസ്സ് ശാന്തമായി അതിലേക്ക് മാത്രം ശ്രദ്ധിക്കേണ്ട ഡയലോഗ് ശ്രദ്ധിക്കുക. ഈ 2 കണ്ണിലേക്ക് വളരെ നേരം ഒന്ന് നോക്കുക. ഓക്കെ ഓക്കെ
ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2 വസ്തുക്കളാണ് കടന്നു വരുന്നത്. പൊതുജനം ശ്രദ്ധിച്ചോണം. ഒരു ബോർഡ് വെക്കുവാൻ സ്റ്റാൻഡിൽ കൊണ്ടുവരുന്നത്. ഓക്കെ, എന്റെ അതിഥികളെ എന്നെ ഒന്ന് നോക്കിക്കേ. ഇപ്പോൾ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതിൽ എത്ര കളങ്ങളുണ്ടെന്ന് പറയാൻ സാധിച്ചു? 3 അല്ല 6 കളമാണ്. നമ്മളിത് 3 കളം മറച്ചിട്ടിരിക്കുന്നു, ഉയർത്തി എന്ന് കാണിക്കാൻ പോകുന്നു. നിങ്ങളിത് ചെയ്യേണ്ടത് പൊതുജനത്തിനെ നോക്കി നിൽക്കുക. നമ്മുടെ സഹോദരങ്ങളാണ്, സഹോദരികളാണ്, അതുകൊണ്ട് പേടിക്കുന്നുമല്ല. അവരെ നോക്കി നിൽക്കുക. കുറച്ചുകൂടെ മുന്നോട്ട് മാറിയിരുന്നു. ഇനി മഞ്ഞ ബോൾ കിട്ടിയിരിക്കുന്ന ആള് മാത്രം എൻ്റെ അടുത്തേക്ക് വരിക. ആരാണ്? നിങ്ങൾ 2 പേര് കുറച്ചുകൂടെ അങ്ങോട്ട് മാറിയിരുന്നു. ആ ബക്കറ്റിന്റെ സൈഡിലോട്ട് പോയിരുന്നു. മോളുടെ പേരെന്താണ്? അരുണ. എന്നെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്, അല്ലേ? ഞാനും മോളെ ആദ്യമായിട്ട് കാണുന്നു. അപ്പോൾ മോളുടെ ഒരു മനസ്സിരിക്കുന്ന കാര്യം ഞാൻ കണ്ടെത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്ന് ഇങ്ങനെ നിന്നേ, കൈകൾ ശരീരത്തിലേക്ക് ചേർത്ത് വെക്കുക. ഞാനൊരു ചോദ്യം ചോദിക്കുക. അരുണ അല്ലേ? ഓക്കെ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഓക്കെ, ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്ന ഒരു കൂട്ടുകാരി, രഹസ്യങ്ങൾ, അതുപോലെ തന്നെ തമാശകൾ, നമുക്ക് ഡീപ്പായിട്ട് ഒരു സുഹൃത്ത് നമുക്ക് കാണും. വഞ്ചന ചതുവൊന്നുമില്ല, നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാൾ, അല്ലേ? അതെനിക്കറിയത്തില്ല. മോള് ചെയ്യേണ്ടത് ആ വ്യക്തിയുടെ പേര് മാത്രം ചിന്തിക്കുക. അത് കേരളമാകാം, തമിഴ്നാടാകാം, ഇന്ത്യക്ക് വെളിയിലാകാം, എനിക്ക് അതിനകത്ത് വിഷയമല്ല. പക്ഷെ എന്നോട് പറയരുത്. എൻ്റെ കണ്ണിലേക്ക് നോക്കുക. അതിനുശേഷം മോള് ചിന്തിക്കുക ഒരാളെ പറ്റി. ആ ബോർഡിൽ എഴുതാൻ സ്ഥലക്കുറവാണ്, ഒരുപാട് വ്യക്തികൾ കാണും. ഒരാളെ മാത്രം ചിന്തിക്കുക. ഓക്കെ, ഇനി ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ മനസ്സിലുള്ള കാര്യം എൻ്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് എനിക്കൊന്ന് പാസ് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് പാസ് ചെയ്യാം. ഒരാളെ പറ്റി ചിന്തിച്ചു അതിൻ്റെ ബ്രെയിനിലേക്ക് ഒന്ന് പാസ് ചെയ്യും. ചിന്തിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ പേര് ഞാൻ ആദ്യം എഴുതാൻ പോവുകയാണ്. അതാണ് മെന്റലിസം. ആ 1ാമത്തെ കളത്തിൽ ഞാൻ എഴുതും. അതിനുശേഷം ചോക്ക് കഴുത്തരും വ്യക്തമായിട്ട് മലയാളത്തിൽ വലുതായിട്ട് എഴുതണം. ഓക്കെ ആണോ? ഗ്യാരണ്ടി. ഞാൻ അവിടെ പോയി എഴുതാൻ പോവുകയാണ്. അങ്ങോട്ട് നോക്കി നിന്നോളൂ. 1ാമത്തെ കളത്തിൽ ഞാൻ എഴുതുകയാണ്. എഴുതിയിട്ടുണ്ട്. തൽക്കാലത്തേക്ക് ഞാനത് മറച്ചിട്ടിരിക്കുകയാണ്. ഗ്യാരണ്ടി ആയിട്ട് നമുക്ക് തുറന്നു നോക്കാം. എന്താണ് ഞാൻ എഴുതിയെന്ന് നമുക്ക് നോക്കാം. എപ്പോഴാണ് അവസാനം? ഇപ്പോൾ മോൾ ചെയ്യേണ്ടത് മോളുടെ മനസ്സിൽ ഏത് വ്യക്തിയാണോ അത് വ്യക്തമായിട്ട് ജനങ്ങൾക്ക് നമുക്ക് വലുതായിട്ട് ചേരിച്ച് എഴുതി. ആരാണ്? കൂട്ടുകാരി വന്നിട്ടുണ്ടോ? എന്നും ആ സൗഹൃദം നന്നായിട്ട് പോകട്ടെ. ഓക്കെ, ഞാനിത് മുൻകൂട്ടി എന്തോ എഴുതിയിട്ടുണ്ട്, നോക്കാം. അങ്ങോട്ട് മാറുന്നു. അടുത്ത ആള് പച്ചപ്പോളാണ്. പടക്കൊക്കെ കുട്ടിയൊരു വല്ലാതെ നിൽക്കാതെ കുഴപ്പമില്ല. കൈകൾ ശരീരത്തിലേക്ക് ചേർത്ത് നോക്കുക. എൻ്റെ കണ്ണിലേക്ക് നോക്കുക. ഞാനിത് ചോദിച്ചു. ആഹാരം കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, അല്ലേ? അതെല്ലാവർക്കും ഇഷ്ടമാണ്. സിനിമ കാണാൻ ഇഷ്ടം ഉണ്ട്. ഇത് രണ്ടും ഞാൻ ആദ്യമേ സിനിമ കാണാൻ, നിങ്ങളുടെ മുഖഭാവം കണ്ട് സിനിമ ഇഷ്ടപ്പെടുന്നുണ്ട്, സീരിയൽ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ സിനിമാ നടനെയോ അല്ലെങ്കിൽ ഒരു ആഹാരമോ അത് താങ്കളുടെ ചോയ്സ്. ഒന്നുകിൽ ഒരു സിനിമാ നടനെയോ നടിയോ ചിന്തിക്കാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു ആഹാരം. അത് ഏതുമാകാം, എന്നോട് പറയരുത്. അത് സ്ത്രീകാകാം, പുരുഷനാകാം, കേരളമാകാം, തമിഴ്നാടാകാം, ഒരു വിഷയമില്ല. അതുപോലെ ഫുഡ് തന്നെ എന്തുമാകാം. ഒരെണ്ണം മാത്രം ഇഷ്ടപ്പെട്ടത് ചിന്തിക്കുക. എൻ്റെ കണ്ണിലേക്ക് നോക്കുക. കൈകൾ ശരീരത്തിലേക്ക് ചേർത്ത് നോക്കുക. കാലുകൾ ഒന്നടുപ്പിച്ചു. നമ്മൾ തമ്മിൽ ജീവിതത്തിൽ ഈ സ്റ്റേജിൽ വെച്ച് പരിചയപ്പെടുന്നു. നിങ്ങളുടെ മനസ്സിലെ ഒരു കാര്യമാണ് ഞാൻ കണ്ടെത്താൻ പോകുന്നത്. എൻ്റെ കണ്ണിലേക്ക് മാത്രം ഇപ്പോൾ ചിന്തിച്ചിരിക്കുന്നത് എന്താണോ അതെനിക്ക് ബ്രെയിനിലേക്ക് പാസ് ചെയ്യണം. ഓക്കെ, റൈറ്റ്. എഴുതിയിട്ടുണ്ട്.
എന്നെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇടവരട്ടെ, ഇങ്ങോട്ട് മാറിയുള്ളൂ. അടുത്തത് ചുവപ്പ് ബോളാണ് കെട്ടിയിരിക്കുന്നത്. മോളോട് ചോദിച്ചു, ചീട്ട് കളിക്കാറുണ്ടോ? ഒരു ചിരിയൊക്കെ വരുന്നു. ചീട്ട് കളിക്കാറുണ്ടോ? ചീട്ട് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഒരു പാക്കറ്റ് ചീട്ട് അങ്ങനെ കാണിച്ചു തരാം. ഇത് കടയിൽ നിന്ന് വരുമ്പോൾ സംഘാടകരോട് ചോദിച്ചു, അവർ മേടിച്ചു തന്നാണ്. ഇവിടെ ഒരു പ്രത്യേകത, എന്ത് സാധനം ചോദിച്ചാൽ അവർ നമുക്ക് തരുന്നുണ്ട്. അതാണ് ഒരു കലാകാരൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളതല്ല. ഇപ്പൊ മുള വേണമെന്ന് പറഞ്ഞാൽ മന്ദമ്പയിൽ മുള കൊടുക്കാൻ സാധിക്കില്ല അവരുടെ ഇത്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളാണ് എന്നാണ്. എല്ലാം ചെക്ക് ചെയ്ത് നോക്കിക്കേ, ചെക്ക് ചെയ്ത് നോക്കൂ. എല്ലാം വ്യത്യസ്തമല്ലേ? ഒരു പാക്കറ്റിൽ എത്ര എണ്ണം കാണും കടയിൽ നിന്ന് മേടിക്കുമ്പോൾ അറിയാവും? 52 കാർഡുകളാണ്. ചീട്ടുകളി നല്ലതാണ്. ചൂതുകളി ആകുമ്പോഴാണ് പോലീസുകാർ പിടിച്ചോണ്ട് പോകുന്നത് കേട്ടോ. ചീട്ടുകളി ബുദ്ധി വർദ്ധിക്കും. മോളെ എല്ലാം വ്യത്യസ്തമായിട്ടുള്ള കാർഡുകൾ. മോള് ചെയ്യേണ്ടത് ഒരേ ഒരു കാർഡ് മാത്രം എടുക്കാം. ഇതിൽ നിന്ന് എന്നെ കാണിക്കരുത്, യാതൊരു കാരണവശാലും എന്നെ കാണിക്കരുത്, അവരെ കാണിക്കരുത്. നിങ്ങൾ അങ്ങോട്ട് നോക്കുന്നത് മോളൊരു കാർഡ് എടുക്കണം. കണ്ടു കഴിഞ്ഞാൽ ഒന്ന് മറച്ചു പിടിച്ചേക്കണം. ഒരു കാരണവശാലും എന്നെ കാണിക്കരുത്. ചെകഞ്ഞ് എടുക്കാം. ഒറ്റ ഒരു കാർഡ് എടുത്തോളൂ. ഞാൻ തിരഞ്ഞെടുക്കുകയാണ്. ചെകഞ്ഞെടുത്തോ. 2-3 കാർഡല്ല, ഒറ്റ ഒരു കാർഡ് മാത്രം എടുത്തോ. എടുത്ത മോളെ, എടുത്തെങ്കിൽ അത് കാണുക. ഞാൻ ഈ പാക്കറ്റ് അങ്ങ് മാറ്റുകയാണ്. ഓക്കെ മോളെ, അത് കാണുക. അതിന്റെ ചിഹ്നം അതുപോലെ തന്നെ അതിന് അക്കം കാണും. 1, 2, 3 ഇങ്ങനെയുള്ള അക്കം കാണും. അപ്പോൾ ആ അക്കവും അതിന്റെ ഡിസൈൻ, അതിന്റെ ചിഹ്നവും മാത്രം മനസ്സിലേക്ക് കൊണ്ടുവരിക. കൊണ്ടുവന്നോ എങ്കിൽ ഞാൻ മോളുടെ മുഖത്തേക്ക് നോക്കിയാണ്. എന്നെ അത് കാണിക്കരുത്. കാര്യങ്ങളൊന്ന് ചേർത്തു എന്റെ കണ്ണിലേക്ക് നോക്കുക. ഇപ്പോൾ കയ്യിൽ കിട്ടിയിരിക്കുന്ന കാർഡ് എന്റെ മനസ്സിലേക്കൊന്ന് പാസ് ചെയ്യണം. ഓക്കെ ആണോ? എന്താണെന്നുള്ളത് അങ്കിൾ നിന്ന് പാസ് ചെയ്യണം. കൈയിട്ടിരിക്കുന്ന കാർഡ് ഏതാണെങ്കിലും അതൊന്ന് എഴുതിക്കോളും. എന്തോ ഡിസൈൻ ഉണ്ട്. ഡയമണ്ട് 4 അല്ലേ? ഓക്കെ ആണോ? കാർഡ് ഞങ്ങൾ കണ്ടിട്ടില്ല, മാറി നിന്നോളൂ. ഇനിയാണ് പൊതുജനവും ഞാനും ഇവരും ആകാംക്ഷയോടെ ഇരിക്കുന്നത്. 1 മിനിറ്റിന് മുമ്പ്, 1 സെക്കൻഡിന് മുന്നേ ഞാൻ ഇവരുടെ മനസ്സ് വായിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. പരാജയപ്പെടാൻ 90% സാധ്യതയുള്ള ഒരു മാജിക്ക് അല്ലെ മെന്റലിസം. അടുത്ത് വരിക 1ാമത്തെ ആള് മഞ്ഞപ്പോൾ. മോള് സഫറിൻ എന്ന കൂട്ടുകാരിയെ പറ്റി ഏറ്റവും കൂടുതൽ രഹസ്യങ്ങളെല്ലാം പറയുന്നു. അങ്ങൾ അത് മുൻകൂട്ടി എഴുതിയിട്ടുണ്ട്. ഇത് തുറന്നു നോക്കേണ്ടത് ഞാനാണോ മോളാണോ? മോള് തുറന്നു നോക്കണം. അപ്പൊ തെറ്റുവാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. തുറന്നു നോക്കിക്കോളൂ. ഓക്കെ, അടുത്തത് മോഹൻലാലിനെ പറ്റിയാണ് സഹോദരി ചിന്തിച്ചിരിക്കുന്നത്. ഒരുപാട് നടന്മാരുണ്ട്, നടികളുണ്ട്. ആഹാരം ചോദിച്ചു, എന്തായാലും ഇഷ്ടപ്പെട്ടത് മോഹൻലാലിനെയാണ്. ഞാൻ പറയുന്നു, ഇത് തെറ്റാൻ സാധ്യതയുണ്ട്. തെറ്റിയാൽ എന്നോട് ക്ഷമിക്കണം. അത് മാജിക്കല്ല, മനഃശാസ്ത്രമാണ്. ആര് തുറക്കണം? തുറന്നോളൂ. ഓക്കെ, മോഹൻലാൽ. അടുത്തത് ഒരു കാർഡാണ്. നമ്മുടെ അടുത്ത് വരിക. ഇവിടെ 2 കാര്യങ്ങൾ ഒരുപോലെ നടക്കണം. ഒന്നാമത് കയ്യിലിരിക്കുന്ന കാർഡ് കൃത്യമായിരിക്കണം. രണ്ടാമത് മോളുടെ മനസ്സ് കൃത്യമായിരിക്കണം. രണ്ടും കൂടെ ഒരുമിച്ച് വരണം. കുഴപ്പിക്കുന്ന സംഭവമാണ്. ആദ്യം ഒരു കാർഡ് എടുത്ത് അത് വിട്ട് വീണ്ടും ഒരു കാർഡ് എടുത്തിരിക്കുക. ആരാണ് തുറക്കേണ്ടത്? ഞാനാണോ മോളോ? മോള് തുറക്കണം. തുറന്നോളൂ. തെറ്റുവാണെ ക്ഷമിക്കണേ. ഞാൻ ആദ്യം പറഞ്ഞു, ഇതൊരു മാജിക് അല്ല, മനഃശാസ്ത്രം. വന്നിരിക്കുന്ന അതികളുടെ ആ മാന്യത, അവര് എനിക്ക് തന്ന ആ ബ്രെയിനിലെ പാസിംഗ്, അതാണ് കൃത്യമായിരിക്കുന്നത്. ഇനി ഒരു സംശയമുണ്ടെങ്കിൽ ഇതിന്റെ പുറയിൽ പോയി എന്തെങ്കിലും ചെക്ക് ചെയ്യുക. ആരെങ്കിലും വന്ന് എഴുതിയോ, എന്തെങ്കിലും സൂത്രപ്പണിയുണ്ടോ എന്ന് നോക്കിയിട്ടേ പോകാവുള്ളൂ. വേദിയിലേക്ക് വരുന്ന ആരെയും വേദനിപ്പിച്ചു വിടുന്നില്ല. എന്റെ സംഭാഷണത്തിൽ പ്രവൃത്തിയിലും അല്പം വേദന, ഒരു പടപ്പൊപ്പ് കൊട്ടി, അത് പ്രോഗ്രാമിന്റെ ഭാഗമാണ്. എന്തായാലും വന്നതുകൊണ്ട് ഞങ്ങൾ വെറും കൈയോടെ വിടുന്നില്ല.